നമസ്കാരം. റിയാലിറ്റി ബൈ ഷാരികയുടെ പുതിയൊരു ഷോ അല്ലെങ്കിൽ പുതിയൊരു അധ്യായം ഇന്നിവിടെ കുറിക്കുവാണ്. വേറൊന്നുമല്ല, ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് ശബരിമലയിലാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും നമ്മുടെ മട്ടുമ്മൽ ദേവസ്ഥാന മഠാധിപതി സുജിത് ആശാനും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ വിഷയം ഇച്ചിരി രൂക്ഷമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നമുക്കപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് ഞങ്ങൾ ഇന്ന് ശബരിമലയിൽ എത്തിയിരിക്കുന്നത്? ഞാനും നമ്മുടെ ആശാനും എന്താണ് ഇന്നിവിടെ എത്തിയിരിക്കുന്ന റീസൺ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എരുമേലിയിലെ വിഷയങ്ങളും ഇവിടെ ജീർണമായിട്ട് കിടക്കുന്ന അവസ്ഥകളുമാണ്. അതെ, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നല്ലാതെ ഒരുപാട് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം ആ സ്ഥലത്ത് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ? അതാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ കുറച്ചധികം അലഞ്ഞു. ശരിക്കും ഇവിടുത്തെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമേലിയാണ്. എരുമേലി അമ്പലത്തിന്റെ പുറകിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ പാർക്ക് ചെയ്ത ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മാറി ഉടനെ ഫുള്ളാവും. അതുകൂടാതെ ഞങ്ങൾ പല സ്ഥലത്തും പോയി അന്വേഷിച്ചു, ഒരിടത്തും പാർക്കിംഗ് ലഭ്യമല്ല. ഇവിടുത്തെ വൃത്തിഹീനത എന്ന് പറയുന്നത് അതികഠിനമാണ്. പല സംസ്ഥാനം ഇന്ത്യ ഒട്ടാകെയുള്ള ഭക്തന്മാർ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്നത്. എരുമേലി പേട്ടത്തുള്ളിയാണല്ലോ ശബരിമലയ്ക്ക് പോകുന്നത്. പക്ഷേ ശബരിമലയിലേക്ക് പോകുമ്പോൾ നിലയ്ക്കൽ ഇവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ നിലയ്ക്കലത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്ത് അല്ലെ ആശാനെ, അതായത് രാജ്യത്ത് ഏറ്റവും കോടികൾ വരുമാനമുള്ള രണ്ടാമത്തെ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ഇത് ഇത്രയും വരുമാനം കിട്ടിയിട്ട് പോലും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അധികാരികൾ നോക്കുകുത്തികളായിട്ട് നോക്കി അവർക്ക് ശബരിമലയുള്ള സ്വത്തുക്കൾ മാത്രം. അതെ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല സ്വർണ്ണ മോഷണം പോയത്. നമ്മുടെ ചാനൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തട്ടകം വേണമായിരുന്നു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശബരിമലയിൽ എത്തി തന്നെ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമായിരുന്നു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, എൻ്റെ പ്രായം ചെറുതായതുകൊണ്ടും എനിക്ക് ശബരിമലയിൽ കയറാൻ സാധിക്കില്ല. അതിലെനിക്ക് പരാതിയില്ല ആശാനെ. കാരണം ആചാരങ്ങൾ പാലിച്ച് തന്നെയാണ് നമ്മൾ എല്ലായ്പ്പോഴും അമ്പലങ്ങളിൽ കയറേണ്ടത്. അതുകൊണ്ട് സുപ്രീം കോടതി എന്നല്ല, ഇനി ഏത് കോടതി ഉത്തരവിട്ടാലും അത് തെറ്റിക്കാൻ ഇന്ത്യയിലെ 99% സ്ത്രീകളും ആഗ്രഹിക്കത്തില്ല, യഥാർത്ഥ ഭക്തകളാണെങ്കിൽ. ആശാൻ എന്താ തോന്നുന്നത്? തീർച്ചയാണ് കോടതികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാലേ പറ്റൂ. അതെ, പക്ഷെ അതിനുപരി സ്ത്രീകൾ ചോദിക്കുന്ന അവരെ കയറ്റുന്നില്ല, അവരെ എടുക്കുന്ന ഈ സ്വർണങ്ങള് ഇത്രയും ഒരു 2 സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങളൊന്നും ഈ സ്വർണങ്ങളും ആ മൂല്യങ്ങളും കൊണ്ടുപോയിട്ട് ആർക്കും അതിനെക്കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതെ, നമുക്കറിയാം സുപ്രീം കോടതി സ്ത്രീകളെ കയറ്റാൻ വിധിയിട്ടപ്പോൾ 2 സ്ത്രീകൾ ആരുടെയും കണ്ണിൽപ്പെടാതെ കള്ളത്തരത്തിലൂടെ തീർച്ചയായിട്ടും അവിടെ കയറുകയുണ്ടായി. ഒരിക്കലും നമ്മളതിനെ ന്യായീകരിക്കത്തില്ല. ബിക്കോസ് അവർ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. കാരണം ഏത് കോടതി വിധി ഉണ്ടെങ്കിൽ പറഞ്ഞാലും, ഇപ്പൊ സുപ്രീം കോടതി ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ നാട്ടിലെ മതങ്ങൾ അല്ലെങ്കിൽ അവരുടെ മതാലയങ്ങൾ അനുവദിക്കുന്ന ആചാരങ്ങൾ അനുസരിച്ച് വേണം നമ്മളവിടെ പ്രവേശിക്കാൻ. ശരിക്കും അന്തിമ നിയമം ശരിക്കും ആരാധനാലയങ്ങളുടേതാണ്. അപ്പം ശബരിമല നിയമം ലംഘിക്കാൻ ഒരു സ്ത്രീക്കും അവകാശമില്ല, ഒരു വ്യക്തിക്കും അവകാശമില്ല. അത് പരിപൂർണമായി തെറ്റ് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അന്ന് സ്ത്രീകൾ കയറിയതിന്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ കേരളത്തിൽ എന്തുകൊണ്ട് ശബരിമലയിൽ മോഷണം നടന്നപ്പോൾ, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ മോഷണം പോയപ്പോൾ, കിലോ കണക്കിന് സ്വർണം മോഷണം പോയപ്പോൾ എന്തുകൊണ്ട് കേരളം അനങ്ങുന്നില്ല? എന്തുകൊണ്ട് കേരളം ചലിക്കുന്നില്ല? ഇത്രയും ഭക്തന്മാർ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നില്ല? അതാണ് റിയാലിറ്റിയുടെ ചോദ്യം. അത് വേണം, തീർച്ചയായിട്ടും വേണം. ഇതിന് ചോദ്യങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മോഷണങ്ങളും കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകൾ കയറിയ ആ നേതൃത്വങ്ങളൊക്കെ എന്തേ? നിങ്ങൾ കാണണം, ഇതാണ് ഇവിടുത്തെ വെള്ളം, ഇതിലാണ് ആൾക്കാർ കുളിക്കുന്നത്. പുറത്തുനിന്ന് പൈപ്പിലൂടെ വേറെ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ലാതെ തന്നെ ഈ പോകുന്ന മലിനമായിട്ടുള്ള ജലമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ കാണുന്ന വൃത്തിഹീനമായിട്ട് ക്ലീനിങ്, കൃത്യസമയത്ത് ക്ലീനിങ് വല്ലതും നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇവിടെ? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയുടെ ഒരു പ്രിമൈസസിൽ വരുന്നത്. പക്ഷെ ഇത്രയും വൃത്തിഹീനമായ ഒരു കുളം നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഇല്ലെന്ന് ഞാൻ പറയും. ഞാൻ പല അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് നേരിട്ട് കണ്ടറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വന്നത്. എൻ്റെ ക്യാമറ പേഴ്സൺസുമായിട്ടും ആശാനുമായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഒരു മഠാധിപതി വേണമല്ലോ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട്. ആശാൻ എന്തുവാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആശാൻ എന്തു ആശാനെ പറയാനുള്ളത്? ഇത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ഇത് തടഞ്ഞു വെച്ച് ഇതിനകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അണുക്കളും കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. കോളിഫോം ബാക്ടീരിയ അതേപോലെയുള്ള
വൃത്തി ഇതൊക്കെ ശരിക്കും തുറന്ന് ഇവിടെ ശുദ്ധി ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാവും. അയ്യോ, ശബരിമല എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ച സ്ഥലമാണോ? 10 പൈസ ഇല്ലെന്ന് തോന്നുന്നു വൃത്തിയാക്കാനല്ലേ ആശാനെ? പൈസ ഇല്ലാഞ്ഞിട്ടാണ്, എടുക്കാനേ ഉള്ളു, കൊടുക്കാനില്ല. പാളികൾ അടർത്തി കൊണ്ടുപോയിരിക്കുകയാണ്. പാളികൾ അടർത്തി, അതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. അവരെങ്ങനെ ഏത് നാൾ വഴികളിൽ കടത്തിക്കൊണ്ടുപോയെന്ന് അറിയാനില്ല. പക്ഷേ ഇതാ ഈ കിടക്കുന്ന കണ്ടോ, എത്ര രൂപ വേണം ഇതിന്? ഇതൊന്ന് വൃത്തിയാക്കാൻ ഇവിടെ ആരുമില്ല. ഇതിനെ മാരകമാണ് നിലയ്ക്കല്, ഇതിലും മാരക അഴുക്കാണ് പമ്പയില്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ആശാന ഇതൊക്കെ? ഇത് വളരെ മോശമാണ്. ഇത് ജനങ്ങൾ കാണണം, ഉദ്യോഗസ്ഥർ മേലിലുള്ള, അതായത് കേന്ദ്രപരമായിട്ടുള്ള ആൾക്കാർ ഇത് കണ്ട് ഇതിനുള്ളൊരു നടപടി ഉണ്ടാകണം ഉടൻ തന്നെ. പമ്പയിലെ വെള്ളം നീരൊഴുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മലിനമായി തുടങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അഴുക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ അഴുക്ക് വെള്ളത്തിലാണ് വരുന്ന ഭക്തരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇനി ഓരോ ദിവസം കൂടുന്തോറും മഴ ലഭ്യത കുറവ് കൊണ്ട് വെള്ളങ്ങൾ വളരെ മലിനമായിക്കൊണ്ടിരിക്കും. അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ തിരക്കുകൾ, വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാകണം. വരുന്നവരുടെ മുണ്ടുകളും സാധനങ്ങളും എല്ലാം ഈ പമ്പയാറ്റിലിട്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുക ചെയ്യുക. എങ്കിൽ പമ്പ നന്നായിട്ട് മുന്നോട്ട് പോകും. വരുന്നവർക്ക് നല്ലൊരു സ്നാനത്തിനും ഒരു സുഖകരമായിട്ടുള്ള അവർ കുളിച്ച് തൊഴുകാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇപ്പം അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്, അഴുക്കിൽ കുളിച്ചാണ് കയറേണ്ട അവസ്ഥ. അതിനെക്കുറിച്ച് എന്ത് പറയാം? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ ദൈവം ശബരിമല ശ്രീ സ്വാമി ശരണം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിന്ന് പമ്പയിൽ വരെ എത്താൻ സാധിച്ചു. ആ പമ്പയിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, പമ്പാ നദീതരം എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് മൊത്തം അടിവസ്ത്രങ്ങൾ ഒഴുകി നടക്കുന്ന പമ്പയാണ്. അടിവസ്ത്രങ്ങളും അവരുപയോഗിച്ച തുണികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അത്യാവശ്യം ഈ കാടുകളുടെ സൈഡിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പോലീസുകാർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ മലിനജലം അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നീരൊഴുക്ക് കുറയുന്ന സമയമാണ്, വേനലാണ് ഇനി അങ്ങ് വരുന്നത്. അപ്പോൾ ഈ ജനുവരി, പ്രത്യേകിച്ച് മകരമാസത്തിൽ ഈ മകര സംക്രമണ ദിവസം അടുക്കുമ്പോൾ അഭൂതപൂർവമായ തിരക്കുകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഉച്ചയോടും അടുത്തപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത്. ശരിക്കും കാണാം, ഒന്ന് ക്യാമറ ഒന്ന് അതിലേക്ക് വെച്ച് നോക്കൂ. ഈ പമ്പയുടെ നിറം നിങ്ങൾ കണ്ടോ? ഇങ്ങനെയാണോ ഒരു തെളിഞ്ഞ പമ്പ കാണേണ്ടത്? സത്യത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് കുളിച്ചു തൊഴുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ പല നാടുകളിൽ നിന്ന് വന്ന് കുളിച്ചു തൊഴുന്നുണ്ട്. അവർക്കൊക്കെ എത്ര തരം രോഗങ്ങളാണ് പിടിക്കണം. ഇതെല്ലാം വായുവിലൂടെയും എന്താ പറയുന്നത് മൂക്കിലൂടെയൊക്കെ കയറി അനവധി രോഗങ്ങൾ. അടുത്ത വർഷം അവർക്ക് ഈ പറയുന്ന ശബരിമല ദർശനം സാധ്യമാകുമോ എന്ന് നമ്മൾ സംശയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ചുറ്റി നടന്നപ്പോൾ, പമ്പാ ഗണപതിയുടെ ചുറ്റിനും ഞങ്ങളൊന്ന് നടന്നൊരു വീക്ഷണം നടത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് മലിനജലം. അതായത് എനിക്ക് തോന്നുന്നില്ല എറണാകുളത്തെ ഓടയിലെ മാലിന്യങ്ങൾക്ക് പോലും ഇത്രയും വൃത്തികെട്ട മണവും ഇത്രയും വൃത്തികെട്ട കളറും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് അവിടെ ഭക്തജനങ്ങൾ നടക്കുന്ന നടവഴിയിലൂടെയാണ് ഓട മാലിന്യവും അഴുക്ക് വെള്ളവും വരുന്നത്. അതായത് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും കുമിഞ്ഞുകൂടുന്ന അമ്പലം. ആ അമ്പലത്തിന്റെ ഭക്തജനങ്ങൾക്ക്, വേറെ ആർക്ക് വേണ്ടി അവരൊന്നും ചെയ്യണ്ട, പക്ഷെ ഭക്തജനങ്ങൾക്ക്, നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേ? അതുപോലും ചെയ്യാതെ സ്വർണ്ണക്കടത്തും സ്വർണ്ണ ഉരുപ്പിടികളും കടത്താൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ ഒരംശം, ഇവിടെ വരുന്ന വരുമാനത്തിന്റെ ഒരംശം, 1% എടുത്ത് ഇവിടുന്ന് ഭക്തജനങ്ങൾക്കും ഈ അയ്യന്റെ ഈ സന്നിധാനവും ഒന്ന് നന്നാക്കാൻ സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചുകൂടെ? ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ ഇവിടെ, എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനു വേണ്ടി ആരും തുനിഞ്ഞിറങ്ങുന്നില്ല? എത്രയോ മണ്ഡലകാലങ്ങൾ കടന്നു പോകുന്നു, ഇപ്പോഴും ഒന്നും സംഭവിക്കാത്തൊരു മണ്ഡലകാലം കടന്നുപോയി. എന്നിട്ടും ഇനി എന്നാണ് ആശാനെ ഇവർ ഇതൊക്കെ പഠിക്കുന്നത്? ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെയോ ഇനി അടുത്ത വരുന്ന സർക്കാരിനെയോ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് കൊടുത്തിരുന്ന ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഭരണം വരിക. അതാണ് ഞാൻ പറയാനുള്ളത്. നമ്മളിന്ന് ഇവിടെ വന്നത് ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരുടെ മോശം ഭാഗം വലിച്ചു കീറി കാണിക്കാനോ അല്ല. പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്നത്, ഭക്തജനങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണിക്കണം. അതുകൂടാതെ ഇവിടെ നടക്കുന്ന ഈ പറയുന്ന പോലെ സുപ്രീം കോടതി വരെ വിമർശിച്ച മോഷണം, അതിവിടെ വിശാലമായ പകൽവെട്ടത്തിൽ നടക്കുന്നു, വർഷങ്ങളോളം നടക്കുന്നു. അപ്പോൾ അത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇതൊന്നും കാണാൻ അധികൃതർക്ക് കണ്ണില്ല. എന്നാൽ മോഷണം കണ്ണടച്ച് എല്ലാം കടത്താം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇവിടുത്തെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റുപോയിരിക്കുന്നു.
എന്നിട്ടും ഇവിടെയുള്ള ആരും അറിഞ്ഞിട്ടില്ല. എത്ര സ്ട്രിക്റ്റായ ദേവസ്വം ബോർഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ മുക്കിലും മൂലയിലും പോലീസാണ്. ഡിജിറ്റൽ പറ്റത്തില്ല, ഫോൺ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. എന്തോരം പരിശോധന കഴിഞ്ഞാൽ ഒരു വാഹനം വരെ കടത്തിവിടുന്നത്. ആ ശബരിമല സന്നിധാനത്തിൽ അല്ലെങ്കിൽ ആ ട്രാവൻകൂർ ദേവസ്വം ബോർഡിനോ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ ഇവിടുന്ന് മോട്ടിച്ചോണ്ട് പോയപ്പോൾ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റില്ലെന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും കേസ് ഈ പറയുന്ന പോലെ പ്രതിയായി കണ്ടിരിക്കുന്നതും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും സിൽബന്ധികളെയാണല്ലോ. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ജനങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് വിഷമമുണ്ട്. കോടിക്കണക്കിന് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്ന് നരയിക്കുന്ന കണ്ടാൽ നമുക്ക് വിഷമമുണ്ട്. അതൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഒന്നും ഇവിടെ പറയാതിരിക്കാനായില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന അദ്ദേഹത്തോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഈ സമയത്ത് വളരെ സന്തോഷം നമ്മളോടൊപ്പം വന്ന് നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. അത് മാത്രമല്ല, നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വരുന്ന ഓരോരുത്തരും ഓരോ രൂപ മതി ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓരോ ദിവസങ്ങളും ക്ലീൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരാൾ 1 രൂപ മാത്രം അയാളുടെ നിന്ന് മാറ്റിയാൽ ഇവിടുത്തെ കാര്യങ്ങൾ വിനയമായിട്ട് നടക്കും. അത് ചെയ്യാത്തത് ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണ്. വരുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരുന്ന പോരായ്മകളും ജനങ്ങളിലേക്ക് കാണിക്കുവാനായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പൊളിച്ചെഴുതും. ഞങ്ങളുടെ റിയാലിറ്റിയുടെ ഞങ്ങൾ പൊളിച്ചു കൊണ്ടുവരുക തന്നെ ചെയ്യും. അതിനാണ് ഞങ്ങളിപ്പോൾ എരുമേലിയിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. അടുത്ത വർഷം ശബരിമലയിൽ മാറ്റങ്ങൾ ഇവിടെ കാണിച്ചിരിക്കും.